ഹായ്, പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് അമല. ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്. ഞാനിപ്പോൾ കറക്റ്റ്ലി എൻ്റെ ഫാമിലി ബിസിനസ്സിൽ ഇൻവോൾവ് ആണ്. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, ചേച്ചിയുണ്ട്. ചേച്ചി ഇപ്പോൾ മാരീഡ് ആണ്. സോ എൻ്റെ ലൈഫിനെ പറ്റി നിങ്ങളോടൊരു ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ മൈ ഇനീഷ്യൽ ലൈഫ് വാസ് ഗോയിങ് വെരി ഗുഡ്. ഞാനിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എൻജോയ് ചെയ്ത് നടന്ന് ഒരു നോട്ട് ബാഡ് ആയിട്ട് പോകുന്നൊരു ലൈഫായിരുന്നു. എനിക്കെപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലാണ് ഞാൻ ഈശ്വരനോട് കൂടെ പ്രാർത്ഥിക്കുകയും ഈശ്വര കൂടി അയക്കുകയും ചെയ്യുന്നത്. സോ നേരത്തെയൊക്കെ നമ്മൾ ലൈഫ് ഒരു യങ്സ്റ്ററുടെ മൈൻഡിൽ എങ്ങനെ ഉണ്ടാവുക ലൈഫ്, അതേപോലെ ഞാൻ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഫ്രണ്ട്സിനോട് എൻജോയ് ചെയ്യുക, പാർട്ടിക്ക് പോവുക, അങ്ങനെയായിരുന്നു എൻ്റെ മൈൻഡ് സെറ്റ്. എൻ്റെ ഗോൾ എന്ന് പറയുമ്പോൾ ലൈക്ക് കോളേജ് ടൈം എൻജോയ് ചെയ്യണം. ആൻഡ് കോളേജ് ഇവിടെ ഒരു അഗ്രിയാണ് ചെയ്തത്. സോ വീട്ടുകാരുടെ അടുത്തുനിന്ന് പോയി വന്ന ആ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായതുണ്ടായി സഹ വോട്ടഡ് ടു ഗോ ഔട്ട്. സോ പിന്നെ ഐ ഡിഡ് മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഫ്രം പൂനെ. സോ അവിടെ പേരൻസ് ഇല്ല, യു ക്യാൻ എൻജോയ് ആൻഡ് ഹാവ് എ റിയലി ഗുഡ് ടൈം. സോ അങ്ങനെ ആയിരുന്ന ലൈഫാണ്. 2018-20 ആയിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ. സോ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുക, പുറത്ത് പോവുക, ആൻഡ് ആബ്സല്യൂട്ട്ലി ഒരു ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ ഈശോയായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ആവശ്യങ്ങൾ വരുമ്പോൾ ഐ വിൽ പ്രേ ടു ഗോഡ്. അല്ലെങ്കിൽ എക്സാംസ് ആയാലോ എന്തെങ്കിലും കോമ്പറ്റീഷൻസിന് പോവുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, ഈശോ എങ്ങനെ വീച്ച് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ശരി ഈശോ വഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു ഈശോയായിട്ട്. ആൻഡ് സൺഡേസ് പലകും അങ്ങനെയായിരുന്നു. ആൻഡ് വീട്ടിൽ നിന്ന് അമ്മയെ കുറിച്ച് ചോദിക്കും എങ്ങനെയാണ് എല്ലാം ചെയ്യണം. അപ്പോൾ ഐ എം എ വെരി ഗുഡ് ചൈൽഡ് അവരുടെ മുന്നിൽ. പക്ഷേ ഏതോ ഐ ആം ഹാവിങ് ഒരു ഇൻഡിപെൻഡൻസി ഉണ്ട് അവിടെ. എനിക്ക് തോന്നിയ പോലെ എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഫ്രണ്ട്സിനോട് അടിച്ചു പഠിക്കാൻ പോവാം, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലായിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് 2020 കോവിഡ് ടൈം വന്നു. ആൻഡ് പ്ലേസ്മെൻറ്റ്സ് ഒക്കെ വന്നു. ബൈ ഗോഡ്സ് ഗ്രേസ് ലൈക്ക് എൻ്റെ കമ്പനി വെയിറ്റിംഗ് ടു മീ. ഐ വാസ് വർക്കിംഗ് ഇൻ ഹൈദരാബാദ്. സോ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ലൈക്ക് ആഫ്റ്റർ എ പീരീഡ് ഓഫ് ടൈം ഭയങ്കര ഒരു ലൈക്ക് മോണോട്ടണസ് ലൈഫ് ഇനി ഭയങ്കര ആഗ്രഹിച്ചാണ് ആ കമ്പനിയിൽ ജോയിൻ ചെയ്തത്. പക്ഷേ കുറച്ച് നാട് കഴിഞ്ഞ് ഒറ്റയ്ക്കുള്ളൊരു ജീവിതം വന്നിട്ട് ഇത് വന്ന് ഭയങ്കര വിഷമവും ഒരു ഡിപ്രഷൻ പോലെയൊക്കെ ആയി. അമ്മേനെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അമ്മ ഇവിടെ വന്നൊരു റിട്രീറ്റ് അറ്റൻഡ്. സോ ദാറ്റ് ഹാപ്പൻ ഇൻ 2021. അപ്പോൾ ഇവിടെ ഒരു റിട്രീറ്റ് ആയിട്ട്. ആൻഡ് വെൻ ഐ കെയിം അറ്റൻഡ് ദാറ്റ് റിട്രീറ്റ്, അപ്പോൾ ഇവിടെ വെരി വർക്കിൽ ഞങ്ങൾ പണ്ടേ നമ്മുടെ മിനിസ്ട്രി ആയിട്ട് ഡിവൈൻ മിഷൻ ഫെലോഷിപ്പായിട്ട് ഞങ്ങൾ റെഗുലർലി വന്നതാണ്. സ്പെഷ്യലി മൈ പേരൻസ് വർ വെരി ആക്റ്റീവ്ലി ഇൻവോൾവ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാവരും ആൻഡ് സീയിങ് ലോട്ട് ഓഫ് പീപ്പിൾ ഡു ഫുൾ ടൈം മിഷൻ. ആൻഡ് ആ സമയം ഞാൻ ഓർത്തിട്ട് നോക്കിയും ദേ ആർ ഡൂയിങ്. പക്ഷേ എന്നെ കൊണ്ടൊരു 1 year ഒക്കെ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കായിട്ട് നോട്ട് പോസിബിൾ. ഇങ്ങനെ ഫുൾ ടൈം പ്രാർത്ഥിക്കുക, അതൊക്കെയായിരുന്നു ഞാൻ ഫുൾ ടൈം വർഷിപ്പിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കണം, ബൈബിൾ വായിച്ചിരിക്കണോ. ദിസ് വാസ് മൈ ഐഡിയ അബൌട്ട് ഫുൾ ടൈം വർഷിപ്പ്. ഫുൾ ടൈം വർഷിപ്പ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പണ്ട് ധ്യാനമൊക്കെ കൂടി ഭയങ്കര സീൽ വന്ന് യെസ് ആയിട്ട് ദിയ ഫുൾ ടൈം വർഷിപ്പ് ഫുൾ ടൈം ഒക്കെ പറവേക്കും. പക്ഷേ ആത്തമേ പോസ്റ്റ് ഗ്രാജുവേഷൻ ദാറ്റ് സീൽ ആൻഡ് ഓൾ ഇല്ലേ. പിന്നെ എനിക്ക് ഭയങ്കര ഒരു അഗോർഷനായി. ഇവിടെ വരാൻ തന്നെ പിന്നെ ഇതായിരുന്നു. എല്ലാവരും ചോദിക്കുമോ ഇനി എന്തായി പറഞ്ഞ്. പക്ഷേ ആ റിട്രീറ്റ് അറ്റൻഡ് ചെയ്തു. ആൻഡ് ആ റിട്രീറ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഐ കെപ്റ്റ് ആൻ ഓപ്പൺ മൈൻഡ്. ഷുഡ് ഐ ബി എ ഫുൾ ടൈമർ? വാട്ട് ഇസ് എ പോയിന്റ് ഇൻ ബീങ് എ ഫുൾ ടൈമറൊക്കെ ആയിരുന്നു എൻ്റെ പ്രസ്. പിന്നെ ഫുൾ ടൈമർഷിപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഹാഡ് ലൈക്ക് ഭയങ്കര ഇൻഡിപെൻഡൻസി ഉണ്ടായിരുന്നു. ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ വോണ്ട്. അപ്പോൾ ഇപ്പോൾ ഐ എം ഗെറ്റിംഗ് സാലറി. അപ്പോൾ നെക്സ്റ്റ് ജോബ് സ്വിച്ച് ചെയ്യാം അങ്ങനത്തെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ടായി. വന്നപ്പോഴത്തേക്കും ചെയ്യുന്ന ഫുൾ ടൈമർഷിപ്പ് വേണമെന്നൊരു പ്രശ്നമുണ്ട്. ബട്ട് ഐ വാസ് ബൈക്ക് ഓപ്പൺ. വേണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം. കാരണം ഇത്തരത്തൊക്കെ പ്രശ്നസ് മാറി നിൽക്കാമെങ്കിൽ ആദ്യം പറഞ്ഞേ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിപ്പിച്ചാൽ ഞാൻ കയറാം എന്നുള്ളൊരു ഐഡിയ ആയിട്ടാണ് പറഞ്ഞത്. സോ ഇപ്പോൾ 70 റിട്രീറ്റ്. അപ്പോൾ ഇത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് സെക്കൻഡ് ലാസ്റ്റ് ഡേ എന്തായപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കണം. ഐ നീഡ് ടു സിറ്റ് വിത്ത് ലോട്ട് പ്രേ. ആ ഒരു ടെൻഡൻസി ആയി. ഞാൻ റിട്രീറ്റ് ഭയങ്കരമായിട്ട് ലൈക്ക് ഇരുന്ന് കേട്ട് ഇൻവോൾവ് ആവാൻ തുടങ്ങി. ആൻഡ് ദെൻ ലാസ്റ്റ് ഡേ ആയി പ്രാർത്ഥിക്കുന്ന ആരാധന സമയത്തായാലും ലൈക്ക് ഐ സെറ്റ് എ കോളിങ്. ആൻഡ് എനിക്ക് ഫുൾ ടൈം വർഷിപ്പ് ചെയ്യണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം. ഞാൻ എല്ലാവരോടും ഒരു റീസൺ ആയിട്ട് പറഞ്ഞാൽ എനിക്ക് എന്നെ ഈശോ തോന്നിപ്പിച്ചാൽ ഞാൻ ചെയ്യൂ എന്നാരുടെ ഒരു കാര്യമാണ് ഞാൻ എല്ലാവരും പറഞ്ഞത്. ആൻഡ് ഐ ന്യൂ ഐ വുഡ് നെവർ ഫീൽ ദാറ്റ്. പക്ഷേ ഈശോ ആഗ്രഹിച്ച എല്ലാവരും ഈശോയിലേക്ക് വരുന്ന
ഈ ദൈവത്തെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുത്ത് വരില്ലെന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻഡ്. ഹി ചേഞ്ച്ഡ് മൈ ഹാർട്ട്. ഹി ചേഞ്ച്ഡ് മൈ ഹാർട്ട് എ സ്റ്റോൺ. സോ എൻ്റെ മനസ്സ് ഫുൾ ടൈം ആവണം എന്ന് ആഗ്രഹിച്ചു. സോ അങ്കിളിൻ്റെ കൂടി അങ്കിളുടെ കൂടി ഇരുന്നു പ്രാർത്ഥിച്ച്. ആൻഡ് ഹി സെഡ് ദിസ് ഇസ് ദ വിൽ ഓഫ് ഗോഡ്. സോ ഐ ഡിസൈഡഡ് ഓക്കെ ഐ വിൽ ബി എ ഫുൾ ടൈമർ. സോ ഞാൻ 2021-22 ബാച്ച് ഫുൾ ടൈമർ ആയിരുന്നു. ആൻഡ് ഇനീഷ്യൽ ഡേ ദാറ്റ് ഇസ് വെരി കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു എങ്ങനെയായിരിക്കും ലോഡ്. ഞങ്ങളുടെ ബാച്ചിൽ 10 ഫുൾ ടൈമേഴ്സ് ആയിട്ടായിരുന്നു. ആൻഡ് ഇവിടെ ഉണ്ടായ ബാക്കി പല ഏജ് ഗ്രൂപ്പ്സിലാണ്ടായിരുന്നു ഉണ്ടായത്. സോ പീപ്പിൾ ഹു ആർ ലൈക്ക് 5 years younger to me or some of them were elder to me. അപ്പോൾ ഇനീഷ്യൽ ഒരു അവരായിട്ട് ജെൽ ചെയ്ത് പോവാൻ പല ഡിഫറെൻറ്റ് പീപ്പിൾ വിത്ത് ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്, ഡിഫറെൻറ്റ് ക്യാരക്ടർ. സോ അങ്ങനത്തെ ഒരു അവരൊക്കെ ആയിട്ട് ജെൽ ചെയ്ത് പോവാനും അവരുടെ ടാൻട്രംസ് ആയാലും അവരുടെ ബിഹേവിയർ ആയാലും ആക്സെപ്റ്റ് ആക്കി ഇനീഷ്യൽ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ബട്ട് ഐ നെവർ ഷോഡ് ഇറ്റ് ഔട്ട്. ബട്ട് ഇറ്റ് വാസ് ഓൾ ഇൻസൈഡ് മീ. പക്ഷേ സ്ലോലി ഗോഡ് ഗേവ് മി ദ ഗ്രേസ്. സോ ദിസ് ഇസ് ഹൗ വി ആർ സപ്പോസ് ടു ഗോ. ആ ഒരു പാത്തിലേക്ക് അവരെല്ലാവരെയും അദ്ദേഹത്തിൻ്റെ മക്കളെ പ്രതി സ്നേഹിക്കാനുള്ള ഒരു കൃപ ഈശോ തന്നു. യു ലേൺ എ ലോട്ട് ഓഫ് തിങ്സ് ത്രൂ ഫ്രണ്ട്ഷിപ്പ്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് പ്രേ. നമ്മളെ തന്നെ നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ബിഹേവിയർ എല്ലാം മോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാരണം ഡ്യൂറിങ് ദീസ് റിട്രീറ്റ് ഡേയ്സ് ഒരു 40-50 ആൾക്കാർ ഇവിടെ പ്രേക്കറിൽ വരുമായിരുന്നു. പലരും പല സ്വഭാവം, പല ആറ്റിറ്റ്യൂഡിലുള്ള ആൾക്കാർ. അവരെ ഈശോയുടെ പ്രതി സ്നേഹത്തോടെ ഡീൽ ചെയ്യണം, ഒരിക്കലും ദേഷ്യപ്പെടരുത്. സോ അതൊക്കെ ഇനീഷ്യലി അതിനൊരു സ്ട്രഗിൾ ആയിരുന്നു എനിക്ക്. കാരണം ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും പറ്റില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരായിരുന്നു. ആൻഡ് ഐ വുഡ് ഷോ ഓൺലി ദാറ്റ് മൈ പേരൻസ്. പക്ഷേ അവരുമായിട്ട് ഡീൽ ചെയ്യുന്നത് എങ്ങനെ ഈശോ പ്രതി സ്നേഹത്തോടെ ഡീൽ ചെയ്യണം. സോ അങ്ങനത്തെ രീതിയിൽ കുറേക്കിനെ മാനേജ്, ഇങ്ങനെ ഹൗ ടു മാനേജ് റെസ്പോൺസിബിലിറ്റീസ്, ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ പല രീതിയിലും. ആൻഡ് ഓൾസോ ഈ കാര്യങ്ങൾ മാത്രമല്ല, യു ആർ ഗിവൻ റെസ്പോൺസിബിലിറ്റീസ് ടു ഈവൻ കണ്ടക്ട് റിട്രീറ്റ്, യങ്ങർ പീപ്പിൾ, ടീനേജേഴ്സ്, യൂത്ത്. അവർക്കൊക്കെ ആയിട്ട് അവരോട് ഇൻട്രാക്ട് ചെയ്യുക, അവരോട് മേ ബി ഇറ്റ് ഈസ് ത്രൂ ഐസ് ബ്രേക്കിംഗ് ആയാലും ചെറിയ ഒരു ടെസ്റ്റ് മണി ആയാലും ഷെയറിങ് ആയാലും. സോ യു ആർ ഗിവൻ ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് സ്ലോലി ഐ റിയലൈസ്. പക്ഷേ എപ്പോഴും പ്രാർത്ഥിച്ച ഈശോയുടെ കൂടെയായിരുന്നു. ഈശോയുടെ വചനത്തിലൂടെ ഹി വുഡ് സ്ട്രെങ്തൻ മീ ആൻഡ് ദെൻ ഹി വുഡ് ഗോ ഫോർവേഡ് ഫോർ ഈച്ച് പ്രോഗ്രാം. എൻ്റെ ഓരോ വീക്ക്നെസ്സസും എൻ്റെ ഓരോ ആഗ്രഹങ്ങളും ഈശോയെ പ്രതി മാറ്റി വയ്ക്കാനായിട്ടുള്ള കൃപ ഐ അറ്റൈൻ ഡ്യൂറിങ് ഫുൾ ടൈം മിഷൻ. ഇപ്പോൾ ഞാൻ ഹൗ ടു മാനേജ് മണി ഇതെല്ലാം ഈശോയുടെ കൂടി ഇരുന്ന് അറിഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ഐ മൂവ് ഫോർവേഡ്. what I have today is only because of what my life went through during full time mission, and him who wanted to do great things through me. And it is not I who chose full time mission, and it is not I who chose Jesus. It is Jesus who chose me, and Jesus who chose me to be a full timer, to be his disciple and to follow him. And all glory to Christ. Praise the Lord. എൻ്റെ പേര് എബ്രഹാം. ഞാനൊരു ഡെന്റിസ്റ്റ് ആണ് ബൈ പ്രൊഫഷൻ. ഞാൻ മാരീഡ് ആണ്. വീട്ടില് പപ്പ, അമ്മ, എനിക്ക് 4 സിബ്ലിങ്സ് ആണ് ഉള്ളത്. ഞാനവിടെ എൽഡസ്റ്റ്. ഞാൻ 1 year ഫുൾ ടൈമർഷിപ്പ് ഡിവൈൻ മേഴ്സി ഫെലോഷിപ്പ് മിനിസ്ട്രിയിൽ ചെയ്തത്. വീട്ടിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പപ്പ അമ്മയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈശോ ആവശ്യം പ്രാർത്ഥനയിലോട്ട് ഒരുപാട് വന്നവരുമാണ്. ഞങ്ങൾ ഈ മിനിസ്ട്രിയിൽ ഏകദേശം 2009 മുതലുള്ളത്. പക്ഷെ ഞാൻ ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിരുന്നില്ല. കാര്യം എന്റെ സ്റ്റഡീസിന് വേണ്ടി ഓൾമോസ്റ്റ് ഒരു 8 years ഞാൻ കേരളത്തിന് പുറത്താണ് പഠിച്ചത്. എന്റെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും. എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഡിസിഷനിലോട്ട് വരുന്നത്. Talking about me and my attitude towards spirituality, ഞാൻ കണ്ടത് ഞാൻ ഭയങ്കര ഓപ്പർച്യൂണിസ്റ്റിക് ആയിരുന്നു. ഞാൻ എന്റെ ആവശ്യം നേടാനും എന്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈശോനെ തേടിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് എക്സാം വരുമ്പം ഞാൻ ഉടനെ പോയി ജ്ഞാനത്തിന്റെ പുസ്തകം 9ാം അധ്യായം എടുത്ത് കറക്റ്റായിട്ട് വായിക്കും. എന്തെങ്കിലും പാപം ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഇരിക്കുമ്പോൾ ഉടനെ സങ്കീർത്തനം 51 എടുത്ത് വായിക്കുന്നു. പിന്നെ പള്ളിയിൽ പോകുന്നു. ഇടയ്ക്ക് ധ്യാനമൊക്കെ കൂടുതൽ. കാര്യം വീട്ടിൽ ഇതൊക്കെ ഉള്ളത് കാരണം നമ്മൾ അതിലോട്ട് ഒരു ഫോഴ്സ്ഡ് ആയിട്ട് പോകുന്ന പോലെയായിരുന്നു. അല്ലാതെ എനിക്ക് ഉള്ളിൽ നിന്ന് ഒരിക്കലും ഒരു കണക്ഷൻ ഈശോയായിട്ട് ഉണ്ടായിരുന്നില്ല. ഒരു ബോണ്ടോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒരുപാട് സമയം ഞാൻ ചെലവഴിച്ചത് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ്. ഈ എന്റർടൈൻമെന്റും സെലിബ്രേഷനിലൂടെ പോകുന്ന സമയങ്ങളിലൊക്കെ എന്റെ ലൈഫിൽ അറിഞ്ഞു അറിയാതെ തന്നെ കുറെ കാര്യങ്ങൾ വിളിച്ചു വരുത്തിയതൊന്ന് ഡ്രിങ്കിങ്ങും
സ്മോക്കിംഗ് ഇങ്ങനത്തെ ഹാബിറ്റ്സ് വരും. ഞാൻ അതിൽ ഒരുപാട് റിലീഫ് കണ്ട ഒരാളാണ്, ഒരുപാട് ജോയും പ്ലഷറും അനുഭവിച്ച ഒരാളാണ്. ഞാൻ എന്റെ കോളേജ് കഴിയുമ്പോ ഒക്കെ ഞാൻ ഉടനെ തേടുന്നത് തന്നെ ഒരു ചായയും ഒരു സിഗരറ്റും. അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്റെ ലൈഫിൽ വന്നു തുടങ്ങി. അത്രയും ഒരു അഡിക്ഷനിലോട്ട് പോകാൻ തുടങ്ങി. എന്നിരുന്നാൽ പോലും എക്സാംസ് ഇതൊക്കെ വരുമ്പോ പറഞ്ഞതുപോലെ ഞാൻ ഉടനെ ദൈവത്തിലോട്ട് വരും, ദൈവത്തെ തേടും, എക്സാംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാ ഭക്തിപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യും, പ്രാർത്ഥനകൾ ചെയ്യും, പിന്നെ പേരൻസിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയും. ഈ ഒരു ലൂപ്പായിരുന്നു എന്റെ ലൈഫിൽ. അങ്ങനെ എന്റെ എക്സാംസും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പാസ്സാവാനൊക്കെ എനിക്ക് തോന്നുന്നു എന്റെ പേരൻസ് ഒരുപാട് പ്രാർത്ഥിച്ചു. പിന്നെ ഞാനും കുറച്ച് എഫേർട്ട് ഇട്ട്, അതുകൊണ്ട് തന്നെ എക്സാംസ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്തു പോയി. അങ്ങനെ എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷനിലോട്ട് കയറി. പക്ഷെ പോസ്റ്റ് ഗ്രാജുവേഷനിലോട്ട് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തിരിച്ചടി പോലെ വന്നത്, എന്റെ ആ ഒരു പഴയ BDS ലൈഫിൽ ഞാൻ എൻജോയ് ചെയ്ത ആ മൊമെന്റ്സ് എല്ലാം എനിക്ക് മിസ്സായി. കാര്യം എനിക്ക് വേണ്ട ഫ്രണ്ട്സിനെ കിട്ടിയില്ല. പ്യോർലി അക്കാഡമിക് ലൈഫ് പോലെ ആയിപ്പോയി കോളേജ്. പിന്നെ എനിക്ക് സിങ്ക് ആവുന്ന ഒരു ഫ്രണ്ട്സും ഇല്ല. എനിക്ക് ആകെ ഭയങ്കര ഡിപ്രസീവ് ആയിരുന്നു ആ ഒരു അറ്റ്മോസ്ഫിയർ. ഭയങ്കര ഡിപ്രഷനിലോട്ട് പോയി ഞാൻ പറയുന്നില്ല, പക്ഷെ ഭയങ്കര സങ്കടകരമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ലൈഫ്. ഞാൻ ആ ഒരു സമയത്ത് ഞാൻ അവിടെ അടുത്തുള്ളൊരു പള്ളിയുടെ ചാപ്പലിലെ നിത്യാരാധനയിൽ ഞാൻ ശരിക്കും വീണ് ദൈവത്തോട് പറഞ്ഞു, ദൈവം നീ ഇടപെടണം ഈശോയെ, അല്ലെങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോകും. കാര്യം ഞാൻ സീറോയിലായിരുന്നു ആ സമയത്ത്. കാര്യം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഒന്നും അറിയില്ല. പക്ഷെ അവിടെ ദൈവം ശരിക്കും അത്ഭുതം പ്രവർത്തിച്ചു. എന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അപ്പം തന്നെ എനിക്ക് ഒരു സൊല്യൂഷൻ കിട്ടി. എന്റെ കാര്യങ്ങളെല്ലാം ലാബിൽ നിന്നുള്ള കാര്യങ്ങളും റിസൾട്ട്സും എല്ലാം പെട്ടെന്ന് എനിക്ക് കിട്ടുകയും എനിക്ക് ആ സ്റ്റഡി ഫിനിഷ് ചെയ്യാനും പറ്റി. അങ്ങനെ പോസ്റ്റ് ഗ്രാജുവേഷൻ ലൈഫ് സ്മൂത്ത് ആയിട്ട് ദൈവം നടത്തി. നാട്ടിലെത്തി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ ആ ധ്യാനം അറ്റൻഡ് ചെയ്തു. ധ്യാനം അറ്റൻഡ് ചെയ്തപ്പം എനിക്ക് ഒരുപാട് റിലീഫ് എനിക്ക് കിട്ടിയത്. എന്റെ ഭാരം കുറെ പോയതുപോലെ എനിക്ക് തോന്നി. അതുപോലെ ഒരുപാട് കരുണ എനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലായി. കൺഫെഷനിലൂടെ ആരാധനയിലൂടെ ഒരുപാട് അനുതാപം എനിക്ക് കിട്ടി തുടങ്ങി. അങ്ങനെ കുറെ സന്തോഷവും സമാധാനത്തോടെയാണ് ഞാൻ ആ റിട്രീറ്റ് വരുന്നത്. റിട്രീറ്റിന് ശേഷം ഒരു 1 വീക്ക് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു എൽഡറിംഗിന് ഇരുന്നായിരുന്നു. എൽഡറിംഗിന്റെ സമയത്ത് സംസാരിച്ച് സജസ്റ്റ് ചെയ്തു, ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് യു ഗിവ് 1 year ഫോർ ക്രൈസ്റ്റ്. അപ്പൊ ഞാനിത് കേട്ടപ്പോ ഉടനെ ഞാൻ ഫ്ലാറ്റ് ആയി പോയി. എനിക്ക് മനസ്സിലായി 1 year ഗിവിംഗ് ഫോർ ക്രൈസ്റ്റ് ഫുൾ ടൈമർഷിപ്പ് ആണ്. അത് എന്റെ വീട്ടിൽ ഓൾറെഡി എന്റെ സിബ്ലിങ്സ് രണ്ടുപേരും അത് ചെയ്തു. അപ്പൊ എനിക്ക് പണ്ട് മുതലേ ഫുൾ ടൈമർഷിപ്പ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. കാര്യം ഇത് ഒരു വർഷം ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മുടെ പ്രൊഫഷൻ എന്ത് ചെയ്യും, നമുക്ക് പിന്നെ ജോലി, അങ്ങനെ കുറെ കാര്യങ്ങൾ എന്റെ മനസ്സിലിട്ട് പോകുമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സൊല്യൂഷനായിട്ട് കുറെ വചനങ്ങൾ പറഞ്ഞു തന്നു. എങ്കിൽ പോലും ഡിസിഷൻ എന്റെ ആണെന്നുള്ള ഒരു ഫീൽ തന്നു പോയി. ഈ ബാച്ച് ഫുൾ ടൈമർഷിപ്പിന്റെ ഈ ബാച്ച് തുടങ്ങുന്നതിന് തലേ ദിവസം രാത്രി ഞാൻ ജസ്റ്റ്, അതും ദൈവം തോന്നിച്ചതാണ്, ഞാൻ ജസ്റ്റ് ബൈബിൾ എടുത്ത് ഇങ്ങനെ ക്ലാസ് തുറന്നു നോക്കി, എന്താ ദൈവത്തിന് പറയാനുള്ളതെന്നൊരു ഇൻറ്റ്യൂഷൻ മനസ്സിൽ നിന്ന് ഞാൻ തുറന്നു നോക്കിയപ്പോ എനിക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം കിട്ടിയത് സാവൂളിന്റെ മാനസാന്തരം. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം തെരഞ്ഞെടുത്തതാണ്, ദൈവത്തിന് എന്തോ ഒരു പദ്ധതി ഉണ്ട്, ദൈവം ചൂസ് ചെയ്ത് തന്നെയാണ്. ഐ ഗെസ് ഐ ഷുഡ് സ്റ്റെപ്പ് ഇൻ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു പുഷ് കിട്ടുവാണെങ്കിൽ എനിക്കറിയില്ല എന്താണ് അതിന്റെ പിന്നിലെ ദൈവകൃപ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഉടനെ തന്നെ ഫുൾ ടൈമർഷിപ്പിന് യെസ് പറഞ്ഞ് ഞാൻ ആ ഒരു വർഷം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ഒരു ഡിസിഷനിൽ എത്തുവാണ്. ഒരുപാട് ദൈവാനുഭവങ്ങൾ എനിക്ക് കിട്ടിയ ഒരു വർഷമായിരുന്നു. എനിക്ക് മുൻപ് കിട്ടിയത് മുഴുവൻ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ എല്ലാ മെറിറ്റ്സും ദൈവകരുണയാണ്. ആ ദൈവകരുണ കിട്ടിയത് എന്റെ പേരൻസിന്റെ ഒരു സമർപ്പണം കാരണമാണ്. അതെല്ലാം എനിക്ക് കിട്ടിയ ഒരു തിരിച്ചറിവ് ഫുൾ ടൈമർഷിപ്പിലൂടെയാണ്. 2 കൊറിന്ത്യൻസ് 12-ാം അധ്യായം 9-ാം വാക്യം, നിനക്ക് എന്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ പ്രഘോഷിക്കും. എനിക്ക് അതിലൂടെ മനസ്സിലായത് എത്രത്തോളം ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. ദൈവകൃപയിലൂടെ അല്ലാതെ നമുക്ക് ഒന്നും ഒരിക്കലും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റില്ല. ഇത് പ്രീതിപ്പെടുത്താന്ന് പറയുന്നത് നമ്മളെ കുഴിയിലും നമ്മുടെ കുറവുകളിലും ബലഹീനതയിലും ഇരിക്കാതെ അവിടെയും ദൈവത്തെ മുറുകെ പിടിക്കാൻ, അല്ലെങ്കിൽ വീഴ്ന്നു പോയ അവസ്ഥയിൽ പോലും നമ്മൾ ദൈവത്തിന്റെ കൈ പിടിക്കാൻ, ദൈവകൃപയിൽ ആശ്രയിക്കാനാണ് ദൈവം എന്നോട് പറഞ്ഞത് വചനത്തിലൂടെ. ആൻഡ് അവർ കപ്പാസിറ്റി ടു പിക്ക് അപ്പ് ദ ഇമേജ് ഓഫ് ഹിസ് സൺ ജീസസ്. ഈ ഒരു വർഷക്കാലം
എനിക്ക് ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റിയതില് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കരുണ എനിക്ക് അനുഭവിക്കാൻ പറ്റി, ദൈവ സ്നേഹം ഒരുപാട് പേരിലേക്ക് പങ്കുവയ്ക്കാൻ പറ്റിയതിനെ ഓർത്തെല്ലാം പറ്റി സർവശക്തനായ ദൈവത്തോട് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു ലോർഡ്, ഓൾ ഗ്ലോറി ടു യു ജീസസ്.